നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്നഭി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാദിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ദുർലഭ്യവസ്തുന്നി അഭി. ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തു ആണെങ്കിലും, ദുർലഭമായിട്ട് കിട്ടുന്നൊരു വസ്തുവാണ് ബ്രഹ്മം. ഏവം സുലഭതയാ ഹസ്തലബ്ധേ. ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കുക, അതായത് ഇപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്, ബ്രഹ്മമാണത്. ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തൊഴുത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് സുലഭമായിട്ട് ഗുരുവായൂരപ്പനെ കിട്ടിയിരിക്കുകയാണ്. ജന അന്യത് തന്വാ വാച ദിയാ വാ ബദ ഭജതി യത് ഇയം. ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത്. പല ആൾക്കാരും പലതിലും പോയിട്ട് ഇങ്ങനെ പല ശാന്തിയും സമാധാനത്തിനും വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ബ്രഹ്മത്തിനെ ഒരടുത്ത് കിട്ടിയിരിക്കുകയാണ്. നമ്മളത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത്. സ്ഫുട ക്ഷുദ്രയ ഏവ. സ്പഷ്ടമായ കൊല്ലതായ്മ തന്നെയാണ്. അതൊരു കൊല്ലതായ്മ തന്നെയാണ്. നമുക്കൊരു ബ്രഹ്മം ഇത്ര അടുത്ത് കിട്ടിയിട്ട്, ഗുരുവായൂരപ്പനെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മളത് എൻജോയ് ചെയ്യുന്നില്ല. അനുഭൂതി നമ്മൾ ഉൾക്കൊള്ളണം. അത് ഒരു കൊല്ലതായ്മ തന്നെയാണെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഏതേ വയം തു താവത്. ഈ നാമാകട്ടെ ഇപ്പോൾ, നാം പറയുന്നത് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ്, നാരായണൻ എഴുതുമ്പോൾ പറയാണ്. ഈ നാമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസ്ഥൈര്യത്തോടുകൂടി, നല്ല സ്ഥിരമായ ബുദ്ധിയോടുകൂടെ, ഉറച്ച ബുദ്ധിയോടുകൂടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമാത്മാവെന്നും ബ്രഹ്മമാണെന്നും അറിഞ്ഞിട്ട് തന്നെയാണ്. വിശ്വപീഡാപഹത്യൈ. സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട്. അയാൾ വാദം വന്നിട്ട് അയാൾ വാദരോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട്. ആൾക്ക് ആ വാദരോഗം മാറിക്കിട്ടാനായിട്ട് നിശേഷാത്മാനം ഏനം ഗുരു പവനപുരാധീശം ഏവ ആശ്രയാമ. സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു. ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാം എന്നും പറഞ്ഞ് ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു. നാരായണീയം 100 ദശകം എഴുതി കഴിയുമ്പോഴേക്കും, ഒരു ദശകത്തിൽ 10ഉം 15ഉം ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇത് മുഴുവൻ എഴുതി കഴിയുമ്പോഴേക്കും അങ്ങനെ അയാളുടെ വാദരോഗം മാറിയെന്നാണ് ചരിത്രമാണത്. അപ്പോൾ അതാ പറയണത്, അത് സർവാത്മാവായി ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു. അങ്ങനെ ആശ്രയിച്ചിട്ടാണ് മൂപ്പര് രോഗം മാറ്റിയത്. ഞാനത് അത്രയും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ തന്നെ ആശ്രയിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.